ശ്രീമതി ബിജി, ഇവിടെ നോക്കൂ, എങ്ങനെയാണ് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇത്രയും വിപുലമായ ഒരു പരിപാടി നടത്തുന്നത്? ഇവരെങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത്? നൃത്തവിദ്യാലയങ്ങളെ ഇവർ ബന്ധപ്പെട്ടു, അങ്ങനെ നൃത്തവിദ്യാലയങ്ങൾ വഴി നൃത്തം പഠിക്കുന്ന കുട്ടികളിലേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇത് നല്ല രീതിയിൽ ലാഭമുണ്ടായ ഒരു ഇവൻ്റാണ്. ഇതിനോടകം തന്നെ നമുക്കത് വ്യക്തമാണ്. ഈ രജിസ്ട്രേഷൻ ഫീസായിട്ടും ടിക്കറ്റായിട്ടും അവർ പണം വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിൽ ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മാത്രം വലിപ്പം ഈ പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടോ? അതാണ് അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലോ. ഓൺലൈൻ തട്ടിപ്പുകൾ, ഇതിൽ പെടുന്നത് ആരും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലല്ലോ. ഇതിൽ പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുമ്പോഴും കോടിക്കണക്കിന് രൂപയാണ് ഒരു റിട്ടയർഡ് കോളേജ് അധ്യാപികയിൽ നിന്നും ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തിയത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ അടക്കമുള്ളവർ എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല? അത് ഞാൻ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതായത് ഈ മൃദംഗ വിഷൻ എന്നൊരു പേരെ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. മേ ബി അത് ടീച്ചേഴ്സിന്റെ ഇടയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. മൃദംഗനാദം കേരളത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നു, കുട്ടികൾ പങ്കെടുക്കുന്നു. ഇതിനകത്ത് കലൂർ സ്റ്റേഡിയം അത്രയും വലിയൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ അവിടെ കുട്ടികളെ ഉൾക്കൊള്ളും. അതിലപ്പുറമായി ചിന്തിക്കുന്ന തരത്തിലേക്ക് ഒരു കോംപ്ലിക്കേഷൻ എനിക്ക് തോന്നിയില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഇവന്റ് നടത്തുന്ന ഒരു കമ്പനി, നമ്മൾ ഗൂഗിൾ ചെക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ പ്രൊപ്പറേറ്റർ ആണോ, അത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, അതൊരു LLP ആണോ, അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ, ഇതിൻ്റെ ആരൊക്കെയാണ് ഇതിൻ്റെ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ അതിലേക്കൊന്നും നമ്മൾ പോയില്ല. കാര്യം ഒരു സിനിമാ താരം അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു. മാത്രമല്ല അവർ താരത്തിലുപരി നർത്തകിയാണ്. പിന്നെ ഈ അധ്യാപകരോ ഇവരാരും ഒരു സംശയം നമ്മളോട് പറഞ്ഞില്ല. പക്ഷേ GCDA പോലെ ഒരു സ്ഥാപനത്തിൽ ഇപ്പം കൗൺസിലർ ശ്രീമതി ദീപ്തി മാം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് GCDAയുടെ നിയമങ്ങൾ അറിയുന്നത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. GCDAയുടെ എൻജിനീയറിംഗ് സെക്ഷൻ അത് വിലയിരുത്തിക്കൊണ്ട് പോകാൻ എന്തുകൊണ്ടാണ് അവിടെ ഒരു ശരിയായ വിലയിരുത്തൽ വരാതിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. GCDAയുടെ കടമുറി റെന്റിനെടുത്തവർ ഒരു കുപ്പി വെള്ളം എടുത്താൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പണിയുടെ ഇടയിൽ ഒരു കുപ്പി വെള്ളം എടുത്താൽ വന്ന് നിയമലംഘനത്തിന് നോട്ടീസ് തരുന്നവരാണ് GCDA. അപ്പോൾ ആ കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ നിയമ ലംഘനങ്ങൾ, സംഘാടനത്തിലെ പിഴവുകളെല്ലാം ഉണ്ടെന്ന് കാലത്ത് ബോധ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ആ പരിപാടി അവിടെ നടന്നു? ഒന്ന്, നമ്മളോട് വാങ്ങിയ പൈസയ്ക്ക് കൃത്യമായ ഒരു റെസിപ്റ്റ് ചോദിക്കാൻ പോലും തോന്നിയില്ലേ? ഇപ്പോൾ പോലും ഇത്രയും വലിയ ഇത് നടത്തിയിട്ട് പോലും ഏതൊക്കെ രക്ഷിതാവ് മുന്നിലേക്ക് വന്നു, ഞങ്ങളോട് ഇത്രയും പണം വാങ്ങി? എന്നോട് വാങ്ങിയത് 3500 ആണ്, 6000 വരെ വാങ്ങിയവരുണ്ട്, അതിലധികം വാങ്ങിയവരുണ്ട്. എന്തുകൊണ്ടാണ് പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നത്? ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ചാനലിലുള്ള ഇത് വരുന്നതിൻ്റെ താഴെയൊക്കെ ഇവർ വെറുതെ പറയുന്നതാണ്, ആകെ ഒരു പേരൻ്റ് അല്ലേ മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്നുള്ള ചർച്ചകൾ പോലും നടക്കുന്നില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംശയത്തിന് അതീതമായി, സംശയിക്കേണ്ട രീതിയിലല്ലാതെ ഈ പറയുന്നത് പോലെ ദിവ്യ ഉണ്ണിയുടെ പ്രസൻസ് ഈ കമ്പനി വലിയ വ്യാപകമായി ഇൻസ്റ്റാഗ്രാമിലെല്ലാം അതിൻ്റെ ഇത് ചെയ്യുന്നു. ഈ പറയുന്ന പോലെ അതിൽ ഉള്ള വ്യക്തികൾ ടിക്കറ്റ് വിൽക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഇവിടെയല്ലേ നടന്നത്? നമ്മുടെ കൺമുന്നിൽ നടന്ന നിയമലംഘനങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇതൊരു തട്ടിപ്പാണെന്ന് തോന്നാനുള്ള കാരണം.